ഹലോ എവരിവൺ, അച്ഛന്മാരമ്മമാർ, ചേട്ടന്മാർ, ചേച്ചിമാർ, അനിമാർ, അച്ഛന്മാർ, എല്ലാവർക്കും അസ്ലം ലാഫിന്റെ വീഡിയോയിലേക്ക് വമ്പിച്ച സ്വാഗതം. സന്തോഷമുള്ള ഒരു ദിവസമാണ് എനിക്ക്. കാരണം ഞാനിപ്പോ പോണത് തരംഗ് എന്നുള്ള ഒരു പ്രോഗ്രാമിനാണ്. ഈ CA സ്റ്റുഡൻസ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ആർട്ട് ഫെസ്റ്റിവലിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രോഗ്രാമാണ് തരംഗ് എന്ന് പറഞ്ഞാല്. ലൈക്ക് തൃശ്ശൂരിലുള്ളവർക്കൊക്കെ അറിയണ്ടാവും. തൃശ്ശൂര് സിക്കാസ് നടത്തുന്ന അല്ലെങ്കിൽ ചാപ്റ്ററിൽ ICAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത് തരംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഈ തരംഗ് ഉണ്ടാവുന്നത്. ഓർമ്മയിൽ ഞാൻ 2016 സംതിങ് ആണ് CPTക്ക് പഠിച്ചത്. അത് 2 മാസം ക്രാഷായിരുന്നു. പിന്നെ 2016 ഈ തൃശ്ശൂർ ചാപ്റ്ററിൽ ഇന്റർ ഞാൻ പഠിച്ചത് പറഞ്ഞില്ല. അതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇന്ററിൽ. CPT പഠിച്ചിട്ടുണ്ട്, പക്ഷെ 2 മാസം ഉണ്ടാകുന്നല്ലോ, ക്രാഷ് കോഴ്സ് ആയിരുന്നു. അപ്പൊ ചാപ്റ്റർ ഇന്ററിൽ പഠിച്ചത് അന്നുണ്ടായ തരംഗ് തൊട്ടിട്ടുള്ള ലാസ്റ്റ് ഉണ്ടായ തരംഗ് വരെ എല്ലാ തരംഗിനും ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കളിച്ചിട്ടുണ്ട്. ചില ഡാൻസ് തന്നെയാണ് കൂടുതലും ചെയ്യാറ്. കാരണം തുടക്കത്തിൽ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. പിന്നീട് എനിക്ക് ഇത് ഇഷ്ടമായി തുടങ്ങിയപ്പോ പിന്നീടുള്ള തരംഗ് ഞാൻ ഒറ്റ കളിക്കാൻ തുടങ്ങി. ഈ തരംഗ് ഞാൻ കളിക്കണില്ല. ഒന്നാമതിലേക്ക് ഞാൻ ഇപ്പൊ പാസ്സായി കഴിഞ്ഞല്ലോ. അപ്പൊ സ്റ്റുഡൻസിനുള്ള പരിപാടിയാണ് മെയിൻ ആയിട്ട്. കളിക്കാനും പറ്റില്ല, വേറെ കാര്യം. അപ്പോ കാണാൻ എനിക്ക് ഭയങ്കര കൊതിയാണ്. കാരണം രസമാണ് പരിപാടി. നമുക്ക് CA പിള്ളേർക്ക് എല്ലാവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കാണിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത് കുറവാണ്. അതാകെ തരംഗ് തന്നെയുള്ള മെയിൻ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിക്ക് കാണാൻ പോവാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്. ആ തുണി ഞാനിപ്പോഴാണ് കാണുന്നത്, വണ്ടി നടക്കുന്ന തുണിയാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് തൃശ്ശൂർക്ക് പോയോണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ കുറെ ദിവസമായിട്ട് വീട്ടിലാണ്. കുറച്ച് ക്ലാസ് പ്രിപ്പയർ ചെയ്യാനും അതും ഇതൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങോട്ട് ചടപ്പാണ്. അപ്പൊ അതിനിടയിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ശനി ഞായറുണ്ട്. ഞാൻ ഞായറാഴ്ച മാത്രമേ പോകണല്ലോ. ശനിയാഴ്ചയിലേക്ക് എനിക്ക് കുറച്ച് ക്ലാസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈൻ ആയിട്ടുള്ളത്. അപ്പൊ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ് ഞാനിപ്പോ. നല്ല ചടപ്പാണ്. പിന്നെ നമുക്ക് ബിസിനസ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമല്ലോ. ആർക്കാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പണിയെടുക്കാൻ ഇഷ്ടം. അപ്പൊ ഒരു റിലാക്സേഷൻ ഉള്ള മൈൻഡ് സെറ്റ് കൂടിയാണ് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒപ്പം പഠിച്ചിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാവും. കുറെ പേരൊക്കെ ആർട്ടിക്കൽഷിപ്പും ഓഫീസ് വർക്കിംഗ് ഒക്കെ ആയിട്ട് പുറത്താണ്. ഇത് ചെന്നിട്ട് ബാക്കി വിശേഷം. എനിക്ക് മെയിൻ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇങ്ങനത്തെ ഒരു ക്രൗഡ് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവില്ല, എനിക്ക് ഇടയ്ക്ക് വരാറ്. നമ്മൾ കൂട്ടത്തോടൊപ്പം നമ്മളാണ് മെയിൻ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ടാവും, പക്ഷെ ഒരു പട്ടി തിരിഞ്ഞ് നോക്കുന്നുണ്ടാവില്ല, വേറെ കാര്യം. പക്ഷെ നമുക്ക് ഒരു പടം കാണാൻ പോവുകയാണെങ്കിൽ നമുക്ക് തോന്നൂലോ, ഈ പടത്തിലെ മെയിൻ നായകൻ ഞാനുള്ള രീതിയിൽ ഒരു ഇരുത്ത് നമ്മൾ സ്വയം ഉള്ളിൽ തന്നെ വിചാരിക്കും. അപ്പൊ അതുപോലെ എനിക്ക് ഇങ്ങനത്തെ തരങ്ങൾക്ക് പോകുമ്പോൾ തോന്നാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡാൻസ് കളിച്ച് പോവോ, ഞാൻ ഡാൻസ് കളിച്ച് മെയിനായി എല്ലാവരും പിന്നെ നോക്കിയായിരിക്കും. ആരും നോക്കണമെന്നില്ല, വേറെ കാര്യം. പക്ഷെ ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ കുറെ ദിവസമായി സത്യം പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു വലിയൊരു ആൾക്കൂട്ടം കൂടുന്ന പരിപാടിക്ക് പോയിട്ട്. ഇപ്പൊ ഒരുവിധം ഞാൻ CA ഗാദറിംഗുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഗാദറിംഗ് സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് പേർക്ക് എന്നെ അറിയാറുണ്ട്. ഞാൻ വലിയ സംഭവം പറയണതല്ല, ഞാൻ വലിയൊരു ആളാണ് അങ്ങനെയൊന്നും പറയണില്ല. ബട്ട് ഒരു സന്തോഷം. അപ്പോ എവിടെ ഒരു CA റിലേറ്റഡ് പരിപാടിക്ക് പോകുമ്പോൾ എന്നെ കുറച്ച് പേര് അറിയാറുണ്ട്. അപ്പൊ ഇവിടെ ചെന്നിട്ട് ആൾക്കാർക്ക് എന്നെ അറിയുന്നുണ്ടെങ്കിൽ അറിയാം ഞാൻ എത്ര സംഭവം ആണല്ലേ എന്നുള്ളത്. അപ്പൊ അതൊന്നും എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഇന്ന എത്ര പേര് എന്നെ ഇങ്ങോട്ട് വന്നിട്ട് കണ്ടിട്ട് മിണ്ടും അതൊന്നും എനിക്ക് കൗണ്ട് എടുക്കണമെന്നുണ്ട്. അത് ഭയങ്കര കുറെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ സാധനം വീഡിയോയിൽ ആഡ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് നടക്കേടല്ലടാ, ഇതൊക്കെ അടിച്ചിട്ടൊന്നും ഉണ്ടായില്ല എന്നാവും ചെയ്യും. അപ്പൊ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെനിക്ക് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, എത്ര പേര് എന്നെ തിരിച്ചറിയും എന്നുള്ള രീതിയിൽ. ഞാനാണെങ്കിൽ ഇപ്പൊ ഒബ്വിയസ്ലി കണ്ടന്റ് ഇട്ടിട്ടാണ്. ഇപ്പോഴാണ് ഇത്തിരി ഒന്നും ഇതായിട്ടുള്ളൂ, വലിയ സംഭവമായെന്നല്ല. ബട്ട് എന്നാലും ഇത്തിരി കമ്പാരിറ്റീവ്ലി എന്റെ എസ്റ്റർഡേ വെച്ച് നോക്കുമ്പോൾ ഇത്തിരിയെങ്കിലും ഒരു റീച്ച് എന്റെ അക്കൗണ്ടിൽ കിട്ടുന്നത് ഇപ്പൊ ഞാൻ ഈ CA റിലേറ്റഡ് കണ്ടന്റ് ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ എത്ര CA കമ്മിറ്റി നോക്കട്ടെ, എത്ര പേര് അറിയും, അതിലേക്ക് സംസാരിക്കാം. അപ്പൊ നമുക്ക് സന്തോഷമാണ്, അത്ര തന്നെ ഉള്ളു. അല്ല അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിതൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള സാധനമാണ് കൊല്ലങ്ങൾക്ക് മുന്നേ. ഇങ്ങനെ ഒരു കൂട്ടത്തിൽ പോകുമ്പോ നമ്മൾ എവിടെ നിൽക്കണം, അവിടെ ഒരു കൂട്ടം ഉണ്ടാവണം. കൂട്ടം ഉണ്ടായില്ലെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ആൾക്കാർ കണ്ട് മിണ്ടണം. നമ്മൾ കൊല്ലങ്ങൾ മുന്നേ ആഗ്രഹിച്ചിട്ടും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത സംഭവമാണ്. അപ്പൊ അത് ഇന്ന് നടക്കില്ല എന്ന് കൂടി നോക്കണം. അപ്പൊ എനിക്ക് ഇത്തിരി ക്യൂരിയോസിറ്റി കൂടുതലാണ്. നോർമലി ഞാൻ സാധാ പോണേക്കാളും ഇവിടെ ഞാനൊരു പരിപാടിക്കില്ലെങ്കിലും എനിക്ക് അതൊന്നും മെയിനായിട്ട് നോക്കണം എന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി കുറെ കാലത്തിന് ശേഷം ഈ പരിപാടി നടക്കൊണ്ട് എനിക്കത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഡയലോഗ് അടിച്ചിട്ട് വെറുതെ നിങ്ങളുടെ സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് ബാക്കി തൃശ്ശൂർ എത്തിയിട്ടാണ്. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കട്ടെ നേരം പോലെ, അല്ലെങ്കിൽ നേരം പോലെ ഓടിക്കുന്നത്. ബാക്കി തൃശ്ശൂർ എത്തിക്കാണ്. ആ ചാപ്റ്ററിൽ ഞാൻ എത്തി. ചാപ്റ്ററാണ് ഞാന് CA ഇന്റർ പഠിച്ചത്. ഇവിടെ അടുത്ത് ഹോസ്റ്റലിൽ നിന്നുണ്ടായിരുന്നു ഇന്റർ പഠിക്കുന്ന സമയത്ത്. ഒരു 6 മാസം 7 മാസം ഇടയിലായിട്ട് വീട്ടിൽ പോയി അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് ഇനി ഇതിന്റെ ഞാൻ പഠിച്ച സ്ഥലവും ലൈബ്രറിയും ക്ലാസ് റൂമും ഒക്കെ കാണിക്കാന്ന് വിചാരിക്കുന്നു. പേര് ചോദിക്കണ്ട, എവിടെ പഠിച്ച എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും ചോദിക്കണ്ട, എവിടെ പഠിച്ച് സാർ എവിടെ പഠിച്ച് അങ്ങനെ. അപ്പൊ ആ വിശേഷം പിന്നെ തരങ്ങിന്റെ വിശേഷം ഒക്കെ ആയിട്ട് ഇന്നത്തെ വ്ളോഗ് തീരും. ഓക്കെ, ആരൊക്കെ വന്നിട്ടുണ്ട് അറിയില്ല.
എൻ്റെ ഒരു ഫ്രണ്ട് ജിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരൊക്കെ ഉണ്ട് അറിയില്ല. കുറെ കാലത്തിന് ശേഷം വരണോണ്ട് ഒരു ചമ്മലല്ല, ഒരു ഇത് എക്സൈക്യൂരിയോസിറ്റി. പഠിച്ച ക്ലാസ് റൂമിലൊക്കെ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മേലെ ഒട്ട് പോവാം. എങ്ങുണ്ട് ലൈക്ക് മേലെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക്. പറയണ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ ആ സമയം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വെച്ചു. സാധാരണ ഞാൻ ഏതൊരു പരിപാടിക്ക് വേണമെങ്കിലും എൻ്റെ ഇപ്പോൾ കാവ്യശങ്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവാറുണ്ട്. കാവു ഞാൻ വിളിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്. ആളാണ് എനിക്ക് കൂടുതലും വീഡിയോ എടുത്ത് തരാനൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവാറ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ആൾക്ക് ജോബിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഒഴുത്തിരക്കൊക്കെ ആയതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വീഡിയോ എടുക്കണം. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആരെയിലൊക്കെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലല്ലോ. വിചാരിച്ച സംഭവം വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് നടന്നു. കയറി ചെന്നപ്പോൾ തന്നെ നമ്മളെ ഒരാൾ റെക്കഗ്നൈസ് ചെയ്തു. എൻ്റെ ഒരു കണക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു 6 പേര് വന്ന് സെൽഫി എടുത്തിട്ടുണ്ട്. ഒരു 15 പേര് വന്നിട്ട് മിനിമം സംസാരിച്ചിട്ടുണ്ട്. ഐ വാസ് വെരി ഹാപ്പി. കാരണം അവർ വന്ന് സംസാരിക്കുക ഒരു ഫോർമാലിറ്റിക്കല്ല. ലൈക്ക് നമുക്ക് ഓരോരുത്തർ നമ്മളോട് സംസാരിക്കുമ്പോൾ അറിയാം അവർ നമുക്ക് എത്ര വാല്യൂ തരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര റെസ്പെക്ട് തരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അസ്ലം സാറല്ലേ വീഡിയോ കാണാറുണ്ട്, രസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഐ വാസ് ലൈക്ക് സോ മച്ച് ഹാപ്പി. അവർക്ക് കാരണം സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നോട്. ഇപ്പോൾ അയാളേത് പോട്ടപ്പുല്ല് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ മിണ്ടാതെ പോവാം അവർക്ക്. അതിനെ ഒരിക്കലും കുറ്റം പറയില്ല. ബട്ട് അവർ നല്ല ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അപ്രിഷിയേറ്റ് ചെയ്യണമല്ലോ. ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വന്ന് സംസാരിച്ച എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്ന് സംസാരിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം കാത്തിരുന്ന ആൾക്കാരൊക്കെ എത്തി. പക്ഷെ ചിലർക്കൊക്കെ വീഡിയോ കാണുമ്പോൾ ഒരു പേടിയാണ്. എന്താണെന്നറിയില്ല, യൂട്യൂബിൽ ഇടാനാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പേടിയാണ്. അപ്പോൾ ഈ CA പാസ്സാകുമ്പോൾ ചിലർക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ എത്തിക്സിനെ ബാധിക്കുമെന്ന് കരുതിയിട്ട് ചിലർ കളിക്കാതിരിക്കും. എന്നാൽ ചിലർ ശരിക്കും കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കളിക്കാതിരിക്കും. എന്നാൽ ചിലരാണെങ്കിലോ എല്ലാവരും കളിച്ചൊന്ന് വാറാവട്ടെ എന്നിട്ട് കളിക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മളാരെയും ഹേർട്ട് ചെയ്യുന്നില്ല. നമുക്ക് കളിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ കളിച്ചാലെന്താ, എത്ര ആൾ നോക്കിയായിരുന്നാലെന്താ. ഞാൻ ആ ഒരു വൈബായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കളിച്ചു. ഈ ലോകത്ത് ആരെ പറ്റിച്ചാലും മെയിനായിട്ട് നമ്മൾ തന്നെ പറ്റിക്കരുത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവന്റിൽ പലർക്കും ഉള്ളിൽ കളിക്കണം എന്നുണ്ടാവും. പക്ഷെ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ കളിച്ച ബോറായിരിക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ നോക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഭൂരിഭാഗം പേരും എൻ്റെ ഒരു ആസ്പെക്റ്റിൽ കളിക്കാതിരിക്കുന്നത്. തുടക്കത്തിൽ ഈ സംഭവമൊക്കെ എനിക്കുണ്ടാകും. അപ്പോൾ ഈ ക്യാമറാമാനെ പിടിച്ച് നിൽക്കണ മൊയ്ന്തിനൊക്കെ ഒരു നോട്ടമുണ്ട് ഞാൻ വല്ലാതെ കളിക്കുമ്പോൾ. ആദ്യം കളിച്ചിട്ട് ആ നോട്ടത്തെ ഓവറൈഡിയ രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആ നോട്ടമായിരിക്കും നമ്മുടെ ഒരു ലഹരി, അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നീ നോക്കടാ, അങ്ങനെ നോക്കിയാലും ഞാൻ അങ്ങനെ തന്നെ കളിക്കുന്ന രീതിയിൽ അപ്പോൾ കളിക്കുമ്പോൾ ഒരു ത്രില്ല് കിട്ടാണ്ട്. പക്ഷെ ആ ത്രില്ല് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത്തിരി ഒന്ന് കയ്യിൽ നിന്ന് കൂടുതൽ ധൈര്യമായിട്ടിട്ട് കളിക്കണം. അപ്പോൾ ആ ഒരു ത്രഷോൾഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പവർഫുള്ളായിരിക്കും, വേറായിരിക്കും. പിന്നെ ഏത് അപ്പാപ്പന് വന്ന് നോക്കിയാലും നമുക്ക് പുല്ല എന്നുള്ള രീതിയിൽ കളിക്കും. കാരണം നമുക്കുള്ളിൽ അറിയാം നമ്മുടെ ഉള്ളിലത്തെ ശരിക്കുള്ള മനുഷ്യനെയാണ് പുറത്തേക്ക് ഇടുന്നത്. ആരും ഉപദ്രവിക്കാത്ത ആൾ ഉള്ളിൽ നിന്ന് എൻജോയ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്റർനെറ്റ് പഠിച്ചതാണ്. ഇതിന്റെ ഒരു വീഡിയോ വലിയ പുള്ളിയാ. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. വീഡിയോ എടുത്തു ഫുള്ള് തീർക്കാന്നാണ് അസ്ലം പറഞ്ഞേക്കണത്. കൂടുതൽ ഡയലോഗ് അടിക്കൂട്ടാ. അതെ അതെ, ഞങ്ങള് വളരെ പിള്ളേരുടെ പണി കഴിക്കുന്ന ഫുഡ്. വന്നപ്പോഴാണ് അറിഞ്ഞത് മെമ്പേഴ്സിന് ഡാൻസ് വേണമെന്ന്. അപ്പൊ അതിന്റെ പ്രാക്ടീസിലാണ്. പ്രാക്ടീസിന്റെ സെഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ റെസ്റ്റിലാണ്. എന്താണെന്ന് അറിയില്ല. ജിഷ്ണു ഇല്ലാത്തതുകൊണ്ട് ഒരു പേടിയുണ്ട്, ആ ഡാൻസ് കലങ്ങോ ഇല്ല എന്നുള്ളത്. കലക്കപ്പെടുകയോ ഇല്ല എന്നുള്ളത്. തകർക്കും. ജീവനും ഇവിടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഊണിലും ഉറക്കത്തിലും സ്റ്റെപ്പ് ഇട്ടോണ്ടിരിക്കുകയാണ്. ഡാൻസിൽ വരുമ്പോ എന്താ തമ്പുരാൻ അറിയാൻ എന്താവുന്നത്. അപ്പോ ഡാൻസിൽ കാണാം. അങ്ങനെ CA പാസ്സായിട്ടുള്ള എല്ലാവരും അന്ന് തന്നെ ഡാൻസ് പഠിച്ചു, അന്ന് തന്നെ ഡാൻസ് കളിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളവരുടെ ഡാൻസിൻ്റെ പാട്ടിന് തുള്ളലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയാലും അസ്ലം സാറല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ പിള്ളേർ വന്നു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ കുറേ എടുത്തു കൊടുത്തു. കാരണം എനിക്കായാലും ഈ ഒരു സംഭവമൊക്കെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അവർക്കുള്ള ചമ്മലും എക്സ്പ്രഷനും അതിനെക്കാട്ടി ചമ്മലും ഒരു എംബാരസ്മെൻ്റ് ആയിരുന്നു എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയ പോലെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നാണായിപ്പോയി. അങ്ങനെ തുള്ളി കുറേയൊക്കെ കഴിയുമ്പോൾ കുറേ പേരൊക്കെ പോയി തുടങ്ങി. അവസാനം ഞാൻ ഒറ്റക്കായി. അപ്പോൾ പിന്നെ എനിക്ക് ചടപ്പായപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയി. ഞാൻ തിരിച്ച് കാറിലോട്ട് പോകാൻ പോകുമ്പോഴാണ് ഓർമ്മ വന്നത് ക്ലാസ് റൂം കാട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതാണ് ഞാൻ പഠിച്ച ക്ലാസ് റൂം. ഇപ്പോഴും അതേപടി ഉണ്ട്. കുറച്ച് പ്രൊജക്ടറൊക്കെ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ AC ചിലപ്പോൾ എണ്ണം കൂട്ടിയിട്ടുണ്ടാവും. ലൈബ്രറി സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ അതൊക്കെ കുറച്ച് മാറ്റിയിട്ട് IT ലാബും അല്ലെങ്കിൽ MCSനുള്ള റൂമൊക്കെ ആക്കിയിട്ട് ഇത് കയറി വരുമ്പോഴുള്ള ഹാളാണ്. ഈ സോഫയിലൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ മിനി മ്യൂസിയം ഇതൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒക്കെ അന്നത്തെ മെയിൻ ആയിരുന്നു. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. തൃശ്ശൂർ ICAI SIRC ബ്രാഞ്ച്.
ചാപ്റ്റർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇൻ്റർ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിശേഷങ്ങൾ. ഇനി ഞാൻ എവിടെ പഠിച്ചതാണെന്ന് ചോദിക്കരുത്, ഇൻ്റർ ഇവിടെയാണ് പഠിച്ചത്.